പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 23 വ്യാഴാഴ്ച എനിക്ക് വറ്റിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായി ഇന്ത്യൻ സഭയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ റിപ്പോർട്ട് നൽകാനുള്ള ഒരവസരമുണ്ടായി. ഉച്ച കഴിഞ്ഞ് ഞാൻ വറ്റിക്കാനിൽ ചെന്നപ്പോൾ അവിടെ മതാന്തര സംവാദത്തിൻ്റെ കാര്യാലയമായ ഡിക്കാസ്ട്രി ഫോർ ഇൻ്റർ റിലീജിയസ് ഡയലോഗിൻ്റെ തലവനായ മലയാളിയായ കർദിനാൾ ജോർജ് കൂവക്കാട്ട് പിതാവിനെ കണ്ടുമുട്ടാനായി. അദ്ദേഹത്തോട് അപേക്ഷിച്ചതിൻ്റെ വെളിച്ചത്തിൽ തന്നെ അദ്ദേഹവും ഞാനും കൂടി ഒരുമിച്ചാണ് ഉച്ച കഴിഞ്ഞ് 5 മണിയോടുകൂടി കർദിനാൾ പരോളിനെ കാണാനായിട്ട് പോയതും ദീർഘമായി തന്നെ 1.5 മണിക്കൂറിനടുത്ത് ഞങ്ങൾ ഇന്ത്യൻ സഭയെക്കുറിച്ച് ചർച്ച ചെയ്തു. പ്രധാനമായും 4 കാര്യങ്ങളാണ് കർദിനാൾ പരോളിനുമായി സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ഞങ്ങൾ ചർച്ച ചെയ്തത്. ഒന്നാമത്തേത് 22 ബുധനാഴ്ച ജനറൽ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെ കണ്ടുമുട്ടി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച കത്തിൻ്റെ കോപ്പി പരോളിൻ പിതാവിന് കൈമാറി ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി പറഞ്ഞു. അതേക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. പിന്നെ അത് വളരെയേറെ ഡിപ്ലോമാറ്റിക് ലെവലിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. രണ്ടാമതായിട്ട് മാർപ്പാപ്പയ്ക്ക് കൊടുത്ത ഒരു ഇന്ത്യൻ സഭയെക്കുറിച്ച്, ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് മാർപ്പാപ്പയ്ക്ക് നൽകിയിരുന്നു. അതിൻ്റെ കോപ്പി നേരത്തെ ഞാൻ കർദിനാളിന് ഇമെയിൽ വഴി അയച്ചു. അതിൻ്റെ കോപ്പി നൽകി. വളരെ ദീർഘമായി തന്നെ ഞങ്ങൾ ഇന്ത്യൻ സഭയെക്കുറിച്ചുള്ള ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ത്യയിലത്തെ ഇന്ത്യൻ സഭയുടെ വളർച്ച, ഉത്ഭവവും വളർച്ചയും, ഇപ്പോഴത്തെ ഇന്ത്യൻ സഭയുടെ സിറ്റുവേഷൻ, ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയിലുള്ള അതിൻ്റെ ഷോർട്ട് അനാലിസിസ് പ്രകാരം ഇന്ത്യൻ സഭയ്ക്കുള്ള പോസിറ്റീവ് നെഗറ്റീവായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ സഭ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ, ഇതൊക്കെ ദീർഘമായി ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. വലിയ സന്തോഷം തോന്നിയത് പരോളിൻ പിതാവിന് ഇന്ത്യൻ സഭയെക്കുറിച്ച് നല്ല അറിവുണ്ട്. ഇന്ത്യയിലെ 3 റീത്തുകളെക്കുറിച്ച്, അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ സഭ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ പരോളിൻ പിതാവിന് നന്നായിട്ട് അറിയുമെങ്കിലും അദ്ദേഹം പല സംശയങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് നിവാരണം ഉണ്ടാക്കി. സീറോ മലങ്കര സഭയെക്കുറിച്ച്, ലത്തീൻ സഭയെക്കുറിച്ച്, സീറോ മലബാർ സഭ നേരിടുന്ന സീറോ മലബാറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നേരിടുന്ന ചില വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഇതെല്ലാം പരോളിൻ പിതാവിന് വളരെ കൃത്യമായി, വളരെ നന്നായി തന്നെ അറിയാം. അതേക്കുറിച്ചും അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഭാരതസഭ ഇനിയും ഒരു സിനഡൽ മിഷണറി ചർച്ച്, ഒരു സിനഡാത്മക മിഷണറി പ്രേക്ഷിത സഭയാകേണ്ട ആവശ്യകതയെക്കുറിച്ച് പരോളിൻ പിതാവ് ഊന്നി പറയുകയുണ്ടായി. ഇക്കാര്യം ലിയോ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ പറയുന്നത് തന്നെയാണെന്ന് ഞങ്ങളോട് ആവർത്തിച്ച് പറയുകയുണ്ടായി. മൂന്നാമതായി ഞങ്ങൾ പോയതിൻ്റെ പ്രധാന കാര്യം, ഞാൻ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ കാണാൻ പോയതിൻ്റെ പ്രധാന കാര്യം, അടുത്തു വരുന്ന CBCI ജനറൽ അസംബ്ലി ഫെബ്രുവരി മാസം 4 മുതൽ 10 വരെ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. ഇന്ത്യയിൽ 174 രൂപതകളുണ്ട്, ഏകദേശം 255ഓളം മെത്രാന്മാരുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനറൽ അസംബ്ലി, അത് നടക്കുമ്പോൾ പരോളിൻ പിതാവിനെ അത് ഉദ്ഘാടനം ചെയ്യാനും പരിശുദ്ധ കുർബാന അർപ്പിക്കാനും ഉദ്ഘാടന സന്ദേശം നൽകാനും ക്ഷണിക്കാനാണായി പോയത്. അതിൻ്റെ വിശദാംശങ്ങൾ പരോളിൻ പിതാവ് ആരാഞ്ഞു. സാധിക്കാൻ ഞാൻ വരാനായിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച്, ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായ നുൻഷ്യോയുമായി ആലോചിച്ച് അത് ഫൈനലായിട്ടുള്ള തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞുണ്ടെങ്കിലും പരോളിൻ പിതാവിന് ഇന്ത്യൻ സഭയിലേക്ക് മെത്രാന്മാരെ വരാനുള്ള ആഗ്രഹം വ്യക്തമായി അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ തീരുമാനം പിന്നീടേ പറയാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പരോളിൻ പിതാവ് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർക്ക് മാത്രം വന്നാൽ പോരാ, വരുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തെ, പ്രത്യേകിച്ച് ഗവൺമെൻറ്, പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റുമായ അധികാരികളെ, വിവിധ മത നേതാക്കളെയൊക്കെ കാണേണ്ടതുണ്ട്, കാണേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. അത് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വിശദമായി
ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആലോചിച്ച് CBC ആലോചിച്ച് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വലിയ താല്പര്യം പരോളിൻ പിതാവിന് ഇന്ത്യയുടെ സർക്കാരുമായും മത നേതാക്കന്മാരും കാണാനുള്ള താല്പര്യം എനിക്ക് വലിയ സന്തോഷം തോന്നി. കൂവക്കാട് പിതാവും അതിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബാംഗ്ലൂർക്ക് മാത്രമല്ല, ഡൽഹിക്ക് മാത്രമല്ല, കേരളത്തിലേക്ക് വരാനും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ വരാനുള്ള ആഗ്രഹം കേരള സഭ, മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ ഇതേക്കുറിച്ചൊക്കെ പരോളിൻ പിതാവിന് അറിയാം. എന്നാലും ഇവിടേക്ക് വരാൻ ഞാൻ ക്ഷണിച്ചു. തൃശ്ശൂർക്കും ഞാൻ ക്ഷണിക്കുകയുണ്ടായി. ഏതായാലും വിശദാംശങ്ങളൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. നാലാമതായിട്ട് പരോളിൻ പിതാവിനോട് ദീർഘമായി തന്നെ സംസാരിച്ചത് ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ, വിവിധ മതങ്ങൾ, ഇന്ത്യയുടെ സംസ്കാരം, പരോളിൻ പിതാവ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ നേതാക്കളെ കാണേണ്ട അതിൻ്റെ ആവശ്യകത, ഇതെല്ലാം പരോളിൻ പിതാവ് ചർച്ച ചെയ്തു. ഇന്ത്യയിലെ ഒരു സംസ്കാരം, വിവിധ മതങ്ങളുടെ ഒന്നിച്ചുള്ള താമസം, ഇതൊക്കെ പിന്നെ അതേ സമയത്ത് ഈ ഫ്രഞ്ച് ഗ്രൂപ്പ്, ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ അറ്റാക്കിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞു. എല്ലാം വളരെ നന്നായി തന്നെ ശ്രദ്ധിക്കുകയും അദ്ദേഹം ഇന്ത്യൻ സഭയോടുള്ള പ്രത്യേക താല്പര്യം, പുരാതനമായിട്ടുള്ള ഇന്ത്യൻ സഭയോടുള്ള പ്രത്യേക താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഏകദേശം വളരെ ദീർഘമായി തന്നെ സംസാരിച്ചു. എനിക്കാണെങ്കിൽ CBCയെക്കുറിച്ച്, ഇന്ത്യൻ സഭയെക്കുറിച്ച് അവതരിപ്പിക്കാനും പരോളിൻ പിതാവിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനും സാധിച്ചത്, പിന്നെ പരിശുദ്ധ പിതാവിനെ ക്ഷണിച്ചുള്ള കത്ത് കൈമാറി അതിൻ്റെ കാര്യങ്ങൾ, മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പറയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വളരെ പ്രത്യേകിച്ച് കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവിനോട് ചേർന്ന് പരോളിൻ പിതാവുമായി ഇത് സംസാരിക്കാൻ സാധിച്ചുള്ള വലിയ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ദൈവം ഇന്ത്യൻ സഭയെ, നമ്മുടെ സഭയെ, ഇന്ത്യയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.